ഇഷാൻ ആൻഡ് സഞ്ജു, ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് സ്റ്റാർട്ട്. നമീബിയക്കെതിരായ മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ഈ അഗ്രഷനാണ് നമുക്ക് ആവശ്യം. ഫിയർലെസ്സായി ധീരമായ തീരുമാനങ്ങൾക്ക് മുതിരുക. T20 ക്രിക്കറ്റിൽ ഈ ടീമിൻ്റെ ഐഡന്റിറ്റി അതാണെന്ന് ഗൗതം ഗംഭീർ എത്രയോ കാലമായി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏറെക്കാലം ഫോം ഔട്ടായിരുന്ന സൂര്യകുമാർ യാദവിനെ ന്യായീകരിച്ച് ഒരിക്കൽ ഗംഭീർ പറഞ്ഞു വെച്ചതും ഇതേ വർത്തമാനമായിരുന്നു. ഫിയർലെസ്സായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തിയേക്കാം. എന്നാൽ സഞ്ജുവിൻ്റെ പ്രശ്നം അതായിരുന്നില്ലല്ലോ. ക്രീസിൽ നിൽക്കുമ്പോൾ സമ്മർദ്ദത്തിൻ്റെ പരകോടിയിലാണ് അയാൾ ഇപ്പോൾ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ നിസ്സഹായ ഭാവമാവും. അയാൾ ബാറ്റിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ TV സ്ക്രീനുകൾക്ക് മുന്നിലിരിക്കുന്ന ആരാധകർ പലരുടെയും ഹൃദയം മിടിച്ചു തുടങ്ങും. ഫുഡ് വർക്കുകൾക്ക് മുതിരുന്നില്ലെന്നും ബാക്ക് ഫൂട്ടിൽ ഒരേ പിഴവുകൾ ആവർത്തിച്ച് അയാൾ വീണുപോകുന്നുവെന്നും നിരന്തരം വിമർശനങ്ങൾ ഉയരുന്ന കാലമാണിത്. കിവീസിനെതിരായ സീരീസിൽ ആ കാഴ്ചക്ക് നമ്മൾ പലവരും സാക്ഷിയായി. ഇന്നലെ നേരിട്ട് ആദ്യ 3 പന്തുകൾ പാഴാക്കിയ സഞ്ജു അടുത്ത 3 പന്തുകളെയും ഗ്യാലറിയിലെത്തിക്കുന്നു. ട്രംബിൾ മാൻ എറിഞ്ഞ ആദ്യ ഓവറിലെ അവസാന പന്തിനെ നിന്നിടത്ത് നിന്ന് അനങ്ങാതെയാണ് സഞ്ജു ഗ്യാലറിയിലേക്ക് വായിച്ചത്. ദാറ്റ് സാംസൺ ഫോർ യു. കമന്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രിയുടെ ശബ്ദം മുടങ്ങി. ഷിക്കോങ്കോ എറിഞ്ഞ അടുത്ത ഓവറിലെ 3-ാം പന്ത് ഒരു ഫ്ലിക്കിൽ വായുവിലൂടെ മൂളിപ്പറന്നു. തൊട്ടടുത്ത പന്ത് ബാക്ക് ഫുട്ടിൽ വീണ്ടും ഗ്യാലറിയിലേക്ക്. അടുത്തത് മനോഹരമായൊരു കവർ ഡ്രൈവ് ആയിരുന്നു. ബൗണ്ടറി. ഒരൊറ്റ സിംഗിൾ പോലുമില്ല. എന്നാൽ ഷിക്കോങ്കോ പെട്ടെന്നൊരു സ്ലോവർ ഡെലിവറി എറിയുന്നു. സാംസൺ ഫാളിംഗ് ഇൻ ടു ദ ട്രാപ്പ് അഗെയിൻ. രവിശാസ്ത്രി വിളിച്ചു പറഞ്ഞു. ഡീപ്പ് മിഡ് വിക്കറ്റിൽ അയാൾക്കായി ഒരു ഫീൽഡറെ ഒരുക്കി നിർത്തിയതുപോലെ തോന്നി. ലോകകപ്പ് അരങ്ങേറ്റത്തിൽ 8 പന്തിൽ 22 റൺസുമായി മടക്കം. എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ അവസരങ്ങൾ ചിലപ്പോൾ ഭാഗ്യത്തിന്റെ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കുക. സഞ്ജു ആ അവസരം മുതലാക്കിയോ എന്ന കാര്യത്തിൽ 2 അഭിപ്രായമുണ്ടാകാം. എന്നാൽ മൊമെന്റം കണ്ടെത്തിയ ശേഷം അയാൾക്കൊരൽപ്പം കരുതലോടെ കളിക്കാമായിരുന്നു എന്നായിരിക്കും അപ്പോൾ സകലരുടെയും ഉള്ളു പറഞ്ഞിട്ടുണ്ടാവുക. അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ അടുത്ത മത്സരത്തിലും ഉറപ്പ് പറയാനാവില്ലെന്നായിരുന്നു നമീബിയക്കെതിരായ മത്സരത്തിൽ ടോസിനിടെ സൂര്യകുമാർ യാദവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇനിയും അവസരമുണ്ട്. സഞ്ജു പലതും തിരുത്താനുമുണ്ട്. പക്ഷെ പ്രതീക്ഷയുടെ ഒരു നിലാവട്ടം തെളിഞ്ഞു കാണുന്നുണ്ട് ഇപ്പോൾ. സഞ്ജു വായിച്ച ഓരോ സിക്സറിന് ശേഷവും സൂര്യകുമാർ യാദവിന്റെ മുഖത്തേക്ക് ക്യാമറകൾ തിരിഞ്ഞു. അയാൾ നിറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. ഗൗതം ഗംഭീർ നന്നായി തുടങ്ങിയെന്ന് പറഞ്ഞ് സഞ്ജുവിനെ അഭിനന്ദിച്ചു. ടീം കൂടെയുണ്ട് എന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസം മറ്റെവിടെ നിന്ന് ലഭിക്കാനാണ്. കംബാക്ക് ചാമ്പ്. ഇനി മറ്റൊരു കഥ പറയാം. അവസരങ്ങളെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതിനിപ്പോൾ ഇന്ത്യൻ ടീമിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുന്ന ഏറ്റവും വലിയ ഉദാഹരണം ആരാണ്? സംശയം ഏതുമില്ല, ഇഷാൻ കിഷൻ. T20 ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ ആ പേര് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നല്ലോ. ബോർഡിനോട് കലഹിച്ച പാരമ്പര്യമുള്ള ഒരാൾ. സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് വരെ ഒരിക്കൽ വെട്ടിമാറ്റപ്പെട്ട പേരാണ് അയാളുടേത്. തിലക് വർമ്മക്ക് പരിക്കേറ്റില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കിവീസിനെതിരായ സീരീസിൽ മുഴുവൻ സമയവും ഇഷാനെ നമുക്ക് ബെഞ്ചിൽ കാണാമായിരുന്നു. അവസരങ്ങൾ രണ്ടാമതും നിങ്ങളെ തേടി വരില്ല എന്നാണല്ലോ. ഇനി ഒന്ന് നേടണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം ഒന്നാകെ നിങ്ങൾക്കായി ഗൂഢാലോചന നടത്തുമെന്നും. USA നേരത്തെ വീണുപോയ ഇഷാൻ ആ ഇന്നിങ്സ് അന്നേ മറന്നു കളഞ്ഞു. നമീബിയക്കെതിരെ 7-ാം ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 100 കടന്നിരുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ അതിവേഗ 100. പവർ പ്ലേയിലെ അവസാന ഓവർ എറിയാനെത്തിയ JJ സ്മിത്തിനെതിരെ 4 6ഉം 1 4ഉം വായിക്കുന്നുണ്ട് ഇഷാൻ. ശരാശരി 125 കിലോമീറ്റർ വേഗത്തിലാണ് സ്മിത്ത് പന്തെറിഞ്ഞുകൊണ്ടിരുന്നത്. പേസ് വേരിയേഷനുകൾക്ക് മുന്നിൽ, സ്ലോവർ ഡെലിവറികൾക്ക് മുന്നിൽ ഇന്ത്യൻ താരങ്ങൾ പതറിപ്പോകുന്നത് ലോകകപ്പിലെ ആദ്യ 2 മത്സരങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. 140-ന് മുകളിൽ നിരന്തരം പന്തെറിയുന്ന ആൻഡ്രിച്ച് നോർക്കിയെ സന്നാഹ മത്സരത്തിൽ തല്ലി പദം വരുത്തിയ കിഷാൻ 125 ശരാശരിയിൽ പന്തെറിഞ്ഞ സ്മിത്തിനെതിരെ അതേ ഇന്ത്യൻ്റെയോടെയാണ് തകർത്തടിച്ചത്. ക്രീസിൽ ഇഷാൻ കിഷന് സ്വന്തം റൂളുകളാണ്. പ്രത്യേകിച്ച് പന്തുകളെ നേരിടുന്നതിന് രീതിശാസ്ത്രങ്ങളൊന്നുമില്ല. ഹിറ്റ് ആൻഡ് ഹിറ്റ്. നമീബിയക്കെതിരെ തുടക്കത്തിൽ ഒരൽപ്പം സൂക്ഷ്മതയോടെ കളിച്ച ഇഷാൻ 7-ാം ഓവർ അവസാനിക്കുമ്പോൾ 300-ലേക്കാണോ ഈ പോക്ക് എന്ന് തോന്നിച്ചിരുന്നു. പവർ പ്ലേയിൽ ഇന്ത്യ 86 റൺസാണ് അടിച്ചെടുത്തത്. പവർ പ്ലേയിൽ ഇന്ത്യയുടെ 3rd ഹയസ്റ്റ് സ്കോർ. 24 പന്തിൽ 61 റൺസാണ് ഇന്നലെ ഇന്ത്യൻ സ്കോർ ബോർഡിന് ഇഷാന്റെ സംഭാവന. 5 സിക്സർ, 6 4, 254 സ്ട്രൈക്ക് റേറ്റ്. ഒരു മാറ്റവുമില്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, താങ്ക്സ് ടു RP സിംഗ് ആൻഡ് പ്രഗ്യാൻ ഓജ. ഇഷാൻ ക്രീസിലുള്ളപ്പോൾ ഒരു ഘട്ടത്തിൽ 300 കടക്കുമെന്ന് തോന്നിച്ച സ്കോർ പിന്നെയുള്ള 7 ഓവറിൽ കുത്തനെ ഇടിയുന്നു. 7 ഓവറിൽ 100 റൺസ് സ്കോർ ചെയ്ത ഇന്ത്യ 8 മുതൽ 14 വരെയുള്ള ഓവറുകളിൽ ആകെ സ്കോർ ചെയ്തത് 40 റൺസാണ്. പിന്നീട് ഹർദിക്കും ദൂബയും ചേർന്നാണ് അതിനെ 200-ലെത്തിച്ചത്. എന്നാൽ അവസാന 2 ഓവറുകളിൽ നമീബിയ വീഴ്ത്തിയത്
ഇന്ത്യയുടെ 5 വിക്കറ്റുകളാണ്. 19ാം ഓവറിൽ ഇറാസ്മസ് ഹർദിക്കിനെയും അക്സർ പട്ടേലിനെയും ദുബൈയെയും പറഞ്ഞയക്കുന്നു. അതുവരെ തല്ലുവാങ്ങിക്കുട്ടിയ ജെ സ്മിത്താണ് 20ാം ഓവർ എറിയാനെത്തിയത്. റിങ്കു സിംഗ് ക്രീസിലുണ്ട്. ആദ്യ 2 പന്തും പാടാക്കിയ റിങ്കു 3ാം പന്തിൽ വീഴുന്നു. അവസാന പന്തിൽ അർഷദീപും പുറത്തായി. നോ ബൗണ്ടറീസ് ഇൻ ദാറ്റ് ഓവർ. റിങ്കു സിംഗ് ഇപ്പോൾ ഗംഭീറിന് മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പവർ പ്ലേയിൽ തകർത്തടിച്ച നമീബിയ അത്ഭുതങ്ങൾക്ക് തയ്യാറെടുക്കുകയാണോ എന്ന് തോന്നിച്ചു. ആദ്യ 6 ഓവർ പിന്നിടുമ്പോൾ 57 റൺസ് അവർ സ്കോർ ബോർഡിൽ ചേർത്തിരുന്നു. പവർ പ്ലേയിൽ 3 ഓവർ എറിഞ്ഞ അർഷദീപ് കണക്കിന് തല്ലുവാങ്ങി. കളിയിൽ 10 മുകളിൽ എക്കോണമിയിൽ പന്തെറിഞ്ഞ ഏക ഇന്ത്യൻ ബോളർ അർഷദീപ് ആയിരുന്നു. എന്നാൽ വരുൺ ചക്രവർത്തി വെറും 2 ഓവർ കൊണ്ട് കളിയുടെ ഗതി തിരിച്ചു. 10 പന്തെറിയുന്നതിനുള്ളിൽ 3 വിക്കറ്റുകൾ വരുൺ പോക്കറ്റിലാക്കുന്നു. അക്സർ പട്ടേലിന് തുടരെ 2 സിക്സറുകൾ പായിച്ച ക്യാപ്റ്റൻ ഇറാസ്മസ് അക്സറിന് തന്നെ വിക്കറ്റ് നൽകി മടങ്ങുന്നു. T20 ലോകകപ്പ് ഹിസ്റ്ററിയിൽ റണ്ണടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. കണക്കുകളിൽ ഇന്ത്യക്ക് ആഘോഷിക്കാൻ വക നൽകുന്ന പലതുമുണ്ടെങ്കിലും ഇരുത്തി ചിന്തിപ്പിക്കാനും ഈ മത്സരം പലതും ബാക്കിയാക്കുന്നുണ്ട്. ഗ്രൂപ്പിലെ ദുർബലർ എന്ന് വിളിക്കപ്പെടുന്ന USA-ക്കും നമീബിയയ്ക്കുമെതിരെ ഇന്ത്യയുടെ 8 ബാറ്റർമാരും പുറത്തായിട്ടുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. പാകിസ്ഥാനെതിരെ കൊളംബോയിലാണ് അടുത്ത പോര്. അഭിഷേക് ശർമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ സഞ്ജുവിന് ഒരിക്കൽ കൂടി നറുക്ക് വീഴും. സ്പിന്നിനെ അകമടിഞ്ഞ് പിന്തുണയ്ക്കുന്ന കൊളംബോയിൽ കുൽദീപിനെ ഇന്ത്യ പരിഗണിക്കുമോ? കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ വരുണും കുൽദീപും ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നു. കുൽദീപ് അന്ന് 4 വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയപ്പോൾ അക്സറും വരുണും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുന്നുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ സ്പിൻ നിരയെ ഇന്ത്യൻ ബാറ്റർമാർ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നതും കണ്ടറിയണം. പ്രത്യേകിച്ച് ഉസ്മാൻ താരിഖൊക്കെ ഇന്ത്യയെ കാത്തിരിക്കുകയാണല്ലോ. ക്ലാസിക് പോരിന് മുമ്പ് ഇന്ത്യക്ക് പഠിക്കാൻ പലതും ബാക്കിയാക്കുന്നുണ്ട് USA-ക്കും നമീബിയയ്ക്കും എതിരായ മത്സരങ്ങൾ. 300 എന്ന മാന്ത്രിക സംഖ്യയെക്കുറിച്ച് ഇപ്പോൾ അധികമാരും ഒന്നും പറയാത്തത് എന്തുകൊണ്ടാകും?